അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. പുതിയ സെമസ്റ്ററിൽ പുതിയ പാഠഭാഗത്തേക്ക് നമ്മൾ കിടക്കുകയാണ്. ആദ്യത്തെ ക്ലാസ്സിൽ അൽ മുലാഫ് ഇലാ യാഇൽ മുതകല്ലിം എന്ന ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇൻഷാ അള്ളാഹ് നമുക്ക് ഇലാഫത്ത് എന്നുള്ള ബാബിനെ കുറിച്ച് നഹ്വിൽ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി നമ്മൾ പറയുന്നത് മുത്തക്കല്ലിമായ ഒരു യാ ഉണ്ട് അല്ലേ, എൻ്റെ എന്ന അർത്ഥത്തിലുള്ള, അതിലേക്ക് ഇലാഫത്ത് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും എന്നാണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ പറയാനിരിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. آخر ما أضيف لليكسر إذا لم يكن معتلا كرام وقذا أو يكن كابنين وزيدين فذي جميعها اليا بعد فتحها اهتذي. എന്നീ രണ്ട് ബൈത്തുകളും അതിൻ്റെ ഷറഹുമാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യം ബൈത്തൊന്ന് അർത്ഥം പറയാം, ശേഷം ഷറഹിലേക്ക് കിടക്കാം. ആഖിറ മാ ഉലീഫ ലില്യ, യായിലേക്ക് ഇലാഫത്ത് ചെയ്യപ്പെടുന്നത്, ആ വസ്തുവിൻ്റെ ആ കലിമത്തിൻ്റെ അവസാനം ഇക്സിർ നിങ്ങൾ കസർ ചെയ്യുക. ഉദാഹരണം പറഞ്ഞാൽ ഫിദാക്ക ഉമ്മി വ അബി യാ റസൂൽ അല്ലാ എന്ന് പറയും. അള്ളാഹ് എൻ്റെ ഉമ്മാനിപ്പാനൊക്കെ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു. അബി അല്ലേ, അവിടെ എൻ്റെ ഉപ്പ എന്ന യാ ഉൽ മുത്തക്കല്ലിമിലേക്കാണ് ഇലാഫത്ത്. അപ്പോൾ ബാ അതിൻ്റെ അവസാനം കണ്ടോ കസറാണ്, ഉമ്മി കസറാണ്. അപ്പോൾ കസറാണ് ചെയ്യേണ്ടത്. പക്ഷേ എപ്പോഴും കസർ ചെയ്യുമെന്ന് കരുതേണ്ട, ചില സമയങ്ങളിൽ കസർ ചെയ്യൂല. ഉദാഹരണം ഇതാ ലമ്യക്കും മുഴത്തല്ലൻ, മുഴത്തല്ലായിട്ടില്ലെങ്കിൽ, ഉദാഹരണം റാമിൻ മങ്കൂസാണ്, കഥ മക്സൂറാണ്. ഇങ്ങനെ മുഴത്തല്ലാകുമ്പോൾ വേറൊരു ഹുക്കുമാണുള്ളത്, അത് പറയും. അതേപോലെ ഔയക്കു കബിനൈനി, ഇബിനൈനി എന്ന് പറയുന്ന പോലെ മുസന്നയാവരുത്, അപ്പോഴും കസർ കൊണ്ട് കസറാവൂല അവസാനത്തിൽ. വ സൈദീന ജംഅ് മുദക്കർ സാലിമാവരുത്. അപ്പോൾ ഫദീ ജമീ ഉഹ, ഇങ്ങനെ മുഴത്തല്ല് മുസന്ന ജംഅ് മുദക്കർ സാലിം എന്നൊക്കെ ആവുമ്പോൾ അല്യാ യാ ബഅദു ശേഷം ഫതുഹുഹ, ആ യാ ഇന് അഥവാ ഏറ്റവും അവസാനം വരുന്ന ആ യാ ഇന് ഫത്ഹ് ചെയ്യലാണ് ഉഹ്തുദി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അഥവാ ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ ഫത്ഹ് ആയിരിക്കും, അല്ലാത്ത സന്ദർഭങ്ങളിൽ കസറായിരിക്കും. ഇത്രയേ ഉള്ളൂ. ഷറഹിലേക്ക് കടക്കാം. കുറച്ച് വിശദീകരണമുള്ളതാണ്, നേരെ മനസ്സിലാക്കേണ്ടതാണ്. അത് പറയുമ്പോൾ അതോടുകൂടെ തന്നെ നോട്ട് ചെയ്ത് മനസ്സിലാക്കുക. രണ്ട് ബൈത്തുകൾ കൂടി നോട്ട് ചേർത്തുണ്ട്, അത് അടുത്ത ക്ലാസ്സിൽ പറയാം. യുക്സറു ആഖിറുൽ മുലാഫി ഇലാ യാഇൽ മുതകല്ലിം, മുതകല്ലിമിൻ്റെ യായിലേക്ക് ഇലാഫത്ത് ചെയ്യപ്പെടുന്നതിൻ്റെ അവസാനത്തിൽ കസറാണ് ചെയ്യേണ്ടത്. പക്ഷേ അതിൽ കുറച്ച് എക്സെപ്ഷണൽ കേസാണ്. ഉദാഹരണം മക്സൂർ ആവുക, മങ്കൂസ് ആവുക, മുസന്നയാവുക, മജ്മൂ അൻ ജംഅ സലാമത്തിൽ മുദക്കർ ആവുക, ഇതൊന്നും ആവുമ്പോൾ കസർ ചെയ്യൂല. പിന്നെ എപ്പോഴാണ് കസർ ചെയ്യുക? കൽ മുഫ്രദി, ഉദാഹരണത്തിന് മുഫ്രദ് ആവുമ്പോൾ അപ്പോൾ കസർ ചെയ്യും. വ ജംഅ അത്തക്സീർ സഹീഹൈനി വ ജംഅ സലാമത്തിൽ മുഅന്നത്തി, ജംഅ മുഅന്നസ് സാലിമാകുമ്പോൾ, അതുപോലെ തന്നെ ജംഅ തക്സീർ ആകുമ്പോൾ. ജംഅ തക്സീർ അറിയാലോ, റജുലിൻ്റെ ജംഅ റിജാൽ ജംഅ തക്സീറാണ്. ഇങ്ങനത്തെ സന്ദർഭങ്ങളിലൊക്കെ. അതേപോലെ തന്നെ വൽ മുഅത്തല്ലിൽ ജാരി മുജ്റ സഹീ, സഹീഹിൻ്റെ അതേപോലെയുള്ള മുഅത്തല്ലുകളും ഉണ്ടാവും, ഒക്കെ പഠിച്ചതായിരിക്കും. ഈ സന്ദർഭങ്ങളിലൊക്കെ കസർ ചെയ്യണം. നേരത്തെ പറഞ്ഞ സന്ദർഭങ്ങൾ അഥവാ മക്സൂർ മങ്കൂസ് മുസന്ന മജ്മൂജ മുസലാമത്തിൽ മുദക്കർ എന്നാകുമ്പോൾ അതിൻ്റെ ഹുക്മ വേറെയാണ്. ഉദാഹരണം പറയാം. ഇപ്പോൾ മുഫ്രദാകുമ്പോൾ അവസാനം കസർ ചെയ്യുന്നതിൻ്റെ ഉദാഹരണമാണ് ഗുലാമി. ഓക്കെ. അതുപോലെ ജമ്മു തക്സീർ ആകുമ്പോൾ അതിൻ്റെയും അവസാനം കസറാണ് ഗൽമാനി. ജമ്മു മുഅന്നസ് സാലിമാകുമ്പോൾ ഫതയാത്തി അല്ലേ. അതേപോലെ തന്നെ സഹീഹിൻ്റെ അതേ രൂപത്തിൽ നടക്കുന്ന മുഅത്തല്ലുകൾ ദൽവി ലബി, അതിൻ്റെയൊക്കെ അവസാനം യാവും വാവുമാണ്, പക്ഷേ അത് സഹീഹാണ്. ഓക്കെ. ഇങ്ങനത്തെ സന്ദർഭങ്ങളിലൊക്കെ കസറാണ് ചെയ്യേണ്ടത്. ഇത് പറഞ്ഞു കഴിഞ്ഞു, ഒന്നാമത്തെ കാര്യം കഴിഞ്ഞു, സിമ്പിൾ. ഇനി നേരത്തെ പറഞ്ഞ എക്സെപ്ഷണൽ കേസ് ഓരോന്നോരോന്ന് എടുക്കാം. മുഅത്തല്ലാകുമ്പോൾ ഒന്നുകിൽ മക്സൂറായിരിക്കും, മങ്കൂസായിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ റാമിൻ ഖദ എന്നൊക്കെ പറഞ്ഞ പോലെ. മങ്കൂസാകുമ്പോൾ ഞാൻ ഓരോന്ന് പറയാട്ടോ. മങ്കൂസാകുമ്പോൾ അതിൻ്റെ റഫ് നസ്ബ് ജർ എങ്ങനെയാണ്, ഓരോന്നും നോട്ട് ചെയ്ത് വെച്ചോളൂ. മക്സൂറാകുമ്പോൾ അതിൻ്റെ റഫും നസ്ബും ജറും എങ്ങനെയാണ്, ജമ്മു മുദക്കർ സാലിമാകുമ്പോൾ അതിൻ്റെ റഫും നസ്ബും ജറും എങ്ങനെയാണ്, ഒക്കെ ഓരോന്ന് നോക്കി വെച്ചോളൂ.
അതുപോലെ മുസന്നയാകുമ്പോൾ ജമ്മ മുദക്കർ സാലിം ആകുമ്പോഴൊക്കെ ഒരു നാലെണ്ണത്തിൻ്റെയും. ഒന്ന് മങ്കൂസ് ആകുമ്പോൾ ഉദ്ഗിമത്ത് യാ ഉഹു ഫി യാ ഇൽ മുത്തക്കല്ലിം. മങ്കൂസിന് ഏറ്റവും അവസാനം ഒരു യാ ആണുള്ളത്, ഖാലി യാ ആണ്. ആ യാവും പിന്നെ ഈ യാ ഉൽ മുത്തക്കല്ലിമിൻ്റെ യാവും പാടാണ് കൂടും, ഇദ്ഗാമ് ചെയ്യും. എന്നിട്ട് ഫുത്തിഹത്ത് യാ ഉൽ മുത്തക്കല്ലിം, എന്നിട്ട് മുത്തക്കല്ലിമിൻ്റെ യാവിന് ഫത്ത്ഹ് ചെയ്യുകയാണ് ചെയ്യുക. ഉദാഹരണം ഖാലി എന്നുള്ളത് എൻ്റെ ഖാലി എന്ന് പറയുകയാണെങ്കിൽ ഖാലിയ എന്ന് പറയാം. ഖാലിയ റഫാണ് ചെയ്തത്. റഫ് അൻ വനസ്ബം വജറ, അത് മർഫു ആകുമ്പോഴും മൻസൂബാകുമ്പോഴും മജ്റൂറാകുമ്പോഴും. ഉദാഹരണം ഹാദാ ഖാലിയ, ഇത് എൻ്റെ ഖാലിയാണ്. റഅയ്തു ഖാലിയ, ഞാൻ എൻ്റെ ഖാലിനെ കണ്ടു. മറർത്തു ബി ഖാലിയ, മൂന്ന് സന്ദർഭങ്ങളിൽ. അപ്പോൾ മങ്കൂസ് കഴിഞ്ഞു. അടുത്തത് മുസന്നയും ജമ്മു മുദക്കർ സാലിമും. എപ്പോൾ ജറിൻ്റെ നസ്ബിൻ്റെ സ്ഥാനത്ത്. അപ്പോൾ റഫ് പറഞ്ഞിട്ടില്ല, ആദ്യം ജറു നസ്ബ് പറയണം ഈ രണ്ടെണ്ണത്തിൻ്റെ. ഉദാഹരണം റഅയ്തു ഗുലാമയ്യ, ഞാൻ എൻ്റെ 2 അടിമകളെ കണ്ടു. റഅയ്തു ഗുലാമയ്യ അല്ലേ, അവസാനം ഫത്ത്ഹാണ്. അതേപോലെ റഅയ്തു സൈദിയ, ഞാൻ എൻ്റെ സൈദുമാരെ കണ്ടു. നസ്ബിൻ്റെ സമയത്ത് ഫത്ത്ഹാണ് ഉള്ളത്. ഇനി ജറിൻ്റെ സമയത്തോ മറർത്തു ബി ഗുലാമിയ്യ, ഗുലാമയ്യ, നേരത്തെ ഗുലാമയ്യ എന്ത് ഗുലാമിയ്യ വ സൈദിയ. ഓക്കെ, എന്തായാലും അവസാനം ഫത്ത് തന്നെയാണ്. ഓരോന്ന് നോക്കി കേട്ടോ. റഅയ്തു ഗുലാമയ്യ എന്നാ പറയാ, മറർത്തു ബി ഗുലാമിയ്യ എന്നാ പറയാ. റഅയ്തു സൈദിയ എന്നാ പറയാ, മറർത്തു ബി സൈദിയ എന്ന് തന്നെ പറയാം. ഓക്കെ, വൽ അസ്ലു, ശരിക്കുള്ള അസ്ൽ എന്താണ്? ബി ഗുലാമൈനി ലീ എന്നാണ്, എനിക്കുള്ള 2 അടിമകൾ എന്നാണ്. വ സൈദീന ലി, എനിക്കുള്ള സൈദുമാർ എന്നാണ്. അത് പക്ഷേ ഹുദിഫത്തിൻ നൂനു വല്ലാമു, അവസാനത്തെ നൂനും പിന്നെ ലീ എന്നുള്ള ലാമോട് പോവും. ലിൽ ഇലാഫത്തിന് വേണ്ടിയിട്ട്. സുമ ഉദഗിമത്തിൽ യാ ഉ, പിന്നെ അതിൻ്റെ അവസാനം കണ്ടോ ഉലാമൈ എന്നുള്ളടത്തെ യാ ഉണ്ട്, ലീൻ്റെ അവസാനത്തുള്ള യാ ഉണ്ട്. 2 യാവും പാടെ ഇദ്ഗാം ചെയ്യും. ഫുത്തിഹത്ത് യാവുൽ മുത്തക്കല്ലിം, എന്നിട്ട് യാവുൽ മുത്തക്കല്ലിം ഫത്ത് ചെയ്യും. ഇപ്പോൾ മങ്കൂസിൻ്റെ റഫ് നസ്ബ് ജർ എന്ന് പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ മുസന്നയുടെ നസ്ബും ജറും പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ ജമ്മു മുദക്കർ സാലിമിൻ്റെ നസ്ബും ജറും പറഞ്ഞു കഴിഞ്ഞു. ഇനി ജമ്മു മുദക്കർ സാലിമിൻ്റെ റഫ് ആദ്യം അത് തീർക്കാം. ഫതഖൂലു ഫീഹി അയ്ളൻ ജാഅ സൈദിയ എന്ന് തന്നെ പറയാം. എൻ്റെ സൈദുമാർ വന്നു എന്നാ പറയാം. ഓക്കെ, കമാ തഖൂലു ഫി ഹാലത്തിൻ നസ്ബി വൽ ജറി, നസ്ബിൻ്റെ ജറിൻ്റെ സമയത്ത് എങ്ങനെയാണോ അതിൻ്റെ കോലം, അതേ കോലം തന്നെ ആയിരിക്കും റഫിൻ്റെ സമയത്ത്. വൽ അസ്ലു സൈദൂവിയ എന്നത് സൈദൂന എന്നായിരിക്കുമല്ലോ അല്ലേ, അത് സൈദൂവിയ എന്നു. ഇജ്തമാഅത്തിൽ വാവു വൽ യാഉ, അവിടെ വാവും യാവും രണ്ടിനും ഒറ്റക്ക് നിൽക്കാനുള്ള ശക്തിയില്ല, അവ രണ്ടും ഒരുമിച്ച് കൂടി. ഇവ സബക്കത്ത് ഇഹ്ദാഹുമാ ബിസ്സുക്കൂനി അല്ലേ, അതിലൊന്ന് സൈദൂവിയ, അതിലൊന്ന് എന്ത് ചെയ്തു സുക്കൂനുമായി. അപ്പോൾ ഫുലിബത്തിൽ വാവിയ, അങ്ങനെ വാവിയ ആക്കി മാറ്റിമറിക്കപ്പെട്ടു. തുമ്മ കുലിബത്തിൽ ലമ്മത്തു കസറത്തൻ, പിന്നെ എന്ത് ചെയ്തു ലമ്മത്ത്, ആ സൈദു എന്നുള്ളിടത്തുള്ള ലമ്മത്ത് ദു എന്നുള്ള ലമ്മ് കസറാക്കി. ലി തസിഹൽ യാ, കാരണം ശേഷമുള്ളത് യാ ആണ്. യാഇനനുസരിച്ചുള്ള ഹർക്കത്ത് ഏതാണ്? കസറാണ്. വാവിനനുസരിച്ചുള്ള ഹർക്കത്തോ ലമ്മാണ് അല്ലേ, അതൊക്കെ നമുക്കറിയാം. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്തു സൈദു ദു എന്നുള്ളത് ദീനാക്കി. അല്ലെങ്കിൽ പിന്നെ എങ്ങനെ പറയേണ്ടി വരും? സൈദൂയ്യ എന്ന് പറയേണ്ടി വരും, ഭയങ്കര ഇടങ്ങറാണ്. അതുകൊണ്ട് സൈദിയ എന്നാക്കി. ഫസാറൽ അഫ്ലു സൈദിയ. എന്തായാലും ഇതിൻ്റെ ഫോമൊക്കെ ഞങ്ങൾ അജ്നാസുൽ കുബ്രയിലും ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. നമ്മൾ അപ്പോൾ മനസ്സിലാക്കേണ്ടത് എന്താ? ജംഉ മുദക്കർ സാലിം റഫിൻ്റെയും നസ്ബിൻ്റെയും ജറിൻ്റെയും സമയത്ത് സൈദിയ എന്നാണ്. അപ്പം ഇനി മുസന്നയുടെ റഫ് ബാക്കിയുണ്ട്, പിന്നെ മക്സൂറിൻ്റെ ഫുള്ളും ബാക്കിയുണ്ട്. മുസന്ന ഫി ഹാലത്ത് റഫ്ഇ ഫതസ്ലമു അലിഫുഹു, അതിൻ്റെ അലിഫ് സ്വതന്ത്രനാവും. അപ്പോൾ അലിഫ് വരും അല്ലേ. വതുഫ്തഹു യാവുൽ മുത്തക്കല്ലിമ ബഅദഹു, എന്നിട്ട് അതിൻ്റെ ശേഷം യാവുൽ മുത്തക്കല്ലിമ ഫത്ഹ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ പറയും സൈദായ ഗുലാമായ എന്ന് പറയും. ഓക്കെ, സൈദായ നേരത്തെ എന്തായിരുന്നു? ഗുലാമയ്യ ബി ഗുലാമിയ്യ എന്നൊക്കെ ആയിരുന്നു. പക്ഷെ റഫിൻ്റെ സമയത്ത് അലിഫുണ്ട് വരികയാണ്, എന്നിട്ട് സൈദായ എന്ന് പറയും. ഇന്ദ ജമീഇൽ അറബി, എല്ലാ അറബികളുടെ അടുത്തും. ഇനി അപ്പോൾ 3 കഴിഞ്ഞു അല്ലേ. ഏതൊക്കെ കഴിഞ്ഞു? മങ്കൂസിൻ്റെ 3 പറഞ്ഞു. അവസാനം നമുക്കൊന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ജംഉ മുദക്കർ സാലിമിൻ്റെ 3 പറഞ്ഞു, പിന്നെ മുസന്നയുടെ 3 പറഞ്ഞു. ഇനി ബാക്കിയുള്ളത് മക്സൂർ. അമ്മൽ മക്സൂർ ഫൽ മഷ്ഹൂർ ഫി ലുഗത്തിൽ അറബി, അറബികളുടെ ലുഗത്തുകളിൽ ഏറ്റവും പ്രസിദ്ധമായ ലുഗത്ത് പ്രകാരം അത് ഏതുപോലെ തന്നെയാണ് കൽ മുസന്നൽ മർഫൂഇ, റഫിൻ്റെ സന്ദർഭത്തിലുള്ള. ഇപ്പം നേരത്തെ പറഞ്ഞ അതുണ്ടല്ലോ ഗുലാമായ എന്ന് പറഞ്ഞ പോലെ റഫിൻ്റെ സന്ദർഭത്തിലുള്ള മുസന്നയെ പോലെയാണ്. ഉദാഹരണം അസായ,
ഫതായ എന്നൊക്കെ പോലെ തന്നെയാണ്. ഓക്കെ, ഹാദ അസായ, ഇതെൻ്റെ വടിയാണ്. റഅയ്തു അസായ, ഞാൻ എൻ്റെ വടിയെ കണ്ടു. മറർത്തു ബി അസായ, ഞാൻ എൻ്റെ വടിൻ്റെ അടുത്ത് കൂടെയാണ് പോയത് എന്നൊക്കെ പറയും. 3 സന്ദർഭങ്ങൾ. ഓക്കെ, എന്നാൽ ഇതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഏതും മഷഹൂറാണെന്ന് പറയുമ്പോൾ തന്നെ ഗൈറു മഷഹൂറായൊരു അഭിപ്രായം ഉണ്ടല്ലോ. അതാണ് ഹുദൈൽ ഗോത്രത്തിൻ്റെ അഭിപ്രായത്തിൽ തഖ്ലിബു അലിഫുഹു യാ ആ അലിഫ് ഉണ്ടല്ലോ, അസാ എന്ന് പറഞ്ഞ അലിഫ്, അത് യാ ആക്കി മാറ്റിമറിക്കപ്പെടും. വത്തുദ്ഗി മുഹാഫി യാ ഇൽ മുത്തക്കല്ലിം, അത് എന്നിട്ട് ആ ശേഷമുള്ള യാ ഉൽ മുത്തക്കല്ലിമിൽ ഇദ്ഗാം ചെയ്യുകയും ചെയ്യും. തഫ്തഹു യാ ഉൽ മുത്തക്കല്ലിം, എന്നിട്ട് യാ ഉൽ മുത്തക്കല്ലിമിനെ ഫത്ഹ് ചെയ്യും. എന്നിട്ട് അസയ്യ എന്ന് പറയും. അസായ എന്നുള്ളടത്ത് അസയ്യ എന്ന് പറയും. ഓക്കെ, അതിൻ്റെ ഉദാഹരണമാണ് സബഖൂ ഹവയ്യ വഅനകൂ ലിഹവാഹും ഫതുഖർരിമൂ വലികുല്ലി ജംബിൻ മസ്റഉ എന്ന് പറയുന്ന ഉദാഹരണം. അത് അവിടെ മുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇപ്പോൾ ഇത്രയുമാണ്. ഇനി നമ്മളതൊന്ന് ഖുലാസ പറയുകയാണ് ഇൻഷാ അള്ളാഹ്. ഓരോ പോയിന്റ് വൈസായിട്ട് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഒന്നാമത്തെ കാര്യം, യാ ഉൽ മുത്തക്കല്ലിമിലേക്ക് ഇളാഫത്ത് ചെയ്യുമ്പോൾ 2 കാറ്റഗറി ആയിട്ട് കലിമത്തുകൾ മാറും. ഒന്നാമത്തെ കാറ്റഗറിയിൽ മുഫ്രദ്, ജംഉ തക്സീർ, ജംഉ മുഅന്നസ് സാലിം എന്നിവ ഉണ്ടാവും. ഇവയ്ക്കൊക്കെ കോമൺ ആയിട്ടൊരു ഹുക്കുമാണ്. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അവസാനത്തിൽ കസ്ർ ചെയ്യണമെന്നുള്ളതാണ്. ഗുലാമി, ഗിൽമാനി എന്നൊക്കെ പോലെ. അതേപോലെ തന്നെ സ്വഹീഹിൻ്റെ അതേപോലെയുള്ള മുഅത്തല്ലുകൾ, ദൽവി, ലബി എന്നുള്ളത്. ഒന്നാമത്തെ കാറ്റഗറി കഴിഞ്ഞു. രണ്ടാമത്തെ കാറ്റഗറിയാണ് പിന്നെ സബ് കാറ്റഗറികളായിട്ട് പോകുന്നത്. ആ രണ്ടാമത്തെ കാറ്റഗറിയിൽ ആദ്യമായിട്ടുള്ളത് മങ്കൂസാണ്. മങ്കൂസ് റഫ്ഇൻ്റെയും നസ്ബിൻ്റെയും ജറിൻ്റെയും സമയത്ത് ഒരേ രൂപത്തിലാണ്. ഓക്കെ, ഒരേ രൂപത്തിലാണ് റഫ്ഇനും നസ്ബിനും ജറിൻ്റെയും സന്ദർഭത്തിലുണ്ടാവുക. ഓക്കെ, അഥവാ ഖാലിയ എന്നാ പറയാം. ഖാലിയ, ഹാദ ഖാലിയ, റഅയ്തു ഖാലിയ, മറർത്തു ബി ഖാലിയ. മങ്കൂസ് അങ്ങനെ. അടുത്ത് നമുക്ക് മുസന്നയെ എടുക്കാം. മുസന്ന എന്നുള്ളത് റഫ്ഇൻ്റെ സമയത്ത് ഹാദ ഗുലാമായ എന്നാ പറയാം. റഫിൻ്റെ സമയത്ത്. നസ്ബിൻ്റെയും ജറിൻ്റെയും സമയത്ത് റഅയ്തു ഗുലാമയ്യ, മറർത്തു ബി ഗുലാമിയ്യ. അപ്പോൾ ഗുലാമായ, ഗുലാമയ്യ, ഗുലാമിയ്യ, ഇങ്ങനെ 3 കോലത്തിലായിരിക്കും. ഓക്കെ, മുസന്ന. അടുത്തത് ജംഉ മുദക്കർ സാലിമാണ്. ജംഉ മുദക്കർ സാലിം 3 സന്ദർഭങ്ങളിലും ഒരുപോലെയാണ് എന്നുള്ളതാണ് മഷൂർ, അല്ലേ? 3 സന്ദർഭങ്ങളിലും ഒരുപോലെയാണ്. സൈദിയ, റഅയ്തു സൈദിയ, മറർത്തു ബി സൈദിയ. ഓക്കെ, അതും എളുപ്പമാണ് മനസ്സിലാക്കുക. അടുത്തത് മഖ്സൂർ. മഷൂറായ അഭിപ്രായത്തിൽ 3 സന്ദർഭങ്ങളിലും ഒരുപോലെയാണ്. അസായ, അസായ, അസായ. എന്നാൽ ഹുദൈൽ പറയുന്നത് അസയ്യ എന്ന് പറയണമെന്നാണ്. ഓക്കെ, ഇങ്ങനെയാണ് ഈ 4 കാര്യങ്ങളും ഉള്ളത്. ഇത് നോട്ട് ചെയ്യണം. ഞാനിപ്പോൾ സമയത്തിൻ്റെ ദൗർലഭ്യം മൂലം അത് കാര്യങ്ങൾ പറയുന്നേ ഉള്ളൂ. നിങ്ങൾ നോട്ട് ചെയ്യണം. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.